ഹലോ ഓൾ, വെൽക്കം ടു മൊണാലിസ ക്രോഷേ. അപ്പം ഇന്ന് വിമൻസ് ഡേ ആണല്ലേ. ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ ദ വണ്ടർഫുൾ വിമൻ ഔട്ട് ദെയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോയ്ലി ക്രോഷേ ആണ്. ടൈംലെസ് എന്ന് നമുക്ക് എന്തിനെങ്കിലും വിളിക്കാമെങ്കിൽ ക്രോഷറ്റിങ്ങിലെ ഈ ഡിസൈനിനെ നമുക്ക് ടൈംലെസ് എന്ന് വിളിക്കാം. കാരണം വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഡോയ്ലി ക്രോഷേ തുടങ്ങുന്നത്. അപ്പം ഇന്ന് ഈ ജെൻസി കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രോഷേ ഡിസൈനാണ് ഡോളി. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പം പതിവ് പോലെ തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് തുടങ്ങുകയാണ്. അപ്പം ആദ്യം നമ്മൾ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ക്രോഷയാണ് എടുക്കുന്നത്. അപ്പം 12 ഞാനിപ്പം പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടി കാണുക, അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ. പിന്നീട് 4 ക്രോഷേ ആക്കുക. അപ്പം 8 പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 4 ക്രോഷേ എടുക്കേണ്ടത്. 8 പാർട്ടുകളായി 4 ക്രോഷേ എടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ 8 പാർട്ട് എടുത്തില്ലേ, അവിടെ നിന്ന് വീണ്ടും 2 എണ്ണമായിട്ട് കൂട്ടി വരിക. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് 12 ക്രോഷേ എടുത്തു. അതിനുശേഷം 4 ക്രോഷേ ആക്കി. നമ്മൾ 4 ക്രോഷേ ആണ് പിന്നെ ചെയ്യുന്നത് 8 പാർട്ടുകളിലായിട്ട്. പിന്നീട് ഓരോ 8 പാർട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എണ്ണം കൂട്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണം മറക്കരുത്. പിന്നെ മുഴുവനായിട്ടും ഒരു റൗണ്ട് ആയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെയിൻ എടുക്കുകയാണ്. അപ്പം ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഡിസൈനിൽ കാണുന്നത് പോലെ ഈ ഡിസൈനിൽ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ അറ്റത്ത് പൂവും അതുപോലെ ലീഫിൻ്റെയും ഡിസൈൻ, ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും ഡിസൈൻ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ കൊടുത്തിട്ട് മുഴുവനാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ചസ് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല, സ്ലോ ആയിട്ട് തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാൻ ഒരിക്കലും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൗണ്ട് ഡിസൈൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ 12 ക്രോഷേ, വട്ടത്തിൽ 12 ക്രോഷേ എടുക്കുക. പിന്നീട് 4 ക്രോഷേ ആക്കുക. എത്ര പാർട്ടിലായി? 8 പാർട്ടിലായി 4 ക്രോഷേ ചെയ്യുക. പിന്നീട് വീണ്ടും 8 പാർട്ടിൽ നിന്നും 2 ക്രോഷേ കൂടുതൽ എടുക്കുക. ഓക്കെ. അതിനുശേഷം ഒരു മുഴുവനായ റൗണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ചെയിൻ സ്റ്റിച്ച് ഇടുക. ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഡിസൈനിൽ നമ്മൾ കാണുന്നത് പോലെ ലീഫിൻ്റെയും അതുപോലെ ഫ്ലവർ ഡിസൈനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഞാൻ ഇപ്പം നമ്മൾ ആ വീഡിയോ തന്നെ കാണുന്നുണ്ട്. അത് മുഴുവനായിട്ടും റൗണ്ടായി അത് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ഗ്രീൻ കളറ് കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് വയലറ്റും അതുപോലെ ഗ്രീനും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഒരു ആർട്ട് ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാലും അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇപ്പം നമ്മുടെ മാറ്റ് ഡോയ്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് ആ ലീഫും അതുപോലെ ഫ്ലവറും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒരു ട്വിസ്റ്റിംഗ് വരുന്നുണ്ട്. ആ ഒരു ലീഫും ഫ്ലവറും വരുന്ന ഭാഗം അത് കുറച്ചും കൂടി പെർഫെക്ഷനിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അന്നേരം ഈ ഡിസൈനിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ
40 വർഷമായിട്ട് ക്രോഷ്യ ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പം ഞാനങ്ങനെ എവിടെ പോകുമ്പോഴും യാണും നീഡിലൊക്കെ എടുത്താണ് പോകുന്നത്. അപ്പം ഇഫ് ഐ ഹാവ് എ യാൺ ആൻഡ് എ നീഡിൽ ഇറ്റ്സ് മൈ ഹാപ്പി പ്ലേസ് ടു ഗോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത കളക്ഷൻ, അതായത് ചെയ്ത ക്രോഷ്യ ഡിസൈൻസിൻ്റെ കളക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇത് അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്, ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രോഷ്യേൻ്റെ കളക്ഷൻസ് പറഞ്ഞിട്ട്. ഞാൻ റീസെൻ്റായിട്ട് ചെയ്ത ഡിസൈൻസും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം ഞാൻ ആദ്യം ചെയ്തത് വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.